പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യുവജനത ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന, ഗൂഗിൾ ചെയ്യുന്ന ഒരു പേരാണ് അഭിജിത്ത് ദീപ്കെ. നമ്മളിൽ പലർക്കും അറിയാം, ഇന്ത്യയിൽ വൈറലായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനാണ് 30കാരനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ. തൊഴിലായ്മ, പരീക്ഷ തട്ടിപ്പുകൾ, വിദ്യാഭ്യാസ രംഗത്തെ വീഴ്ചകൾ എന്നിവയ്ക്കെതിരെ ഓൺലൈൻ മീമുകളിലൂടെയും നർമ്മത്തിലൂടെയും ആരംഭിച്ച ഒരു യുവജന പ്രസ്ഥാനമാണ് CJP. അഭിജിത്ത് ദീപ്കയുടെ ഒരു കൊച്ചു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇതിന് കാരണമായിട്ട് മാറിയത്. നീറ്റ് പരീക്ഷ വിവാദങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി ഡൽഹി ജന്തർ മന്ദറിൽ ആരംഭിച്ച സമരം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സമരമായിട്ട് മാറി. വിദ്യാർത്ഥികളുടെ ഈ സമരം ഇന്ത്യ എന്ന മഹാരാജ്യം ഏറ്റെടുക്കുകയായിരുന്നു. ജന്തർ മന്ദറിലെ 37 ദിവസത്തെ വിദ്യാർത്ഥി പ്രതിഷേധം അവസാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ രാജിയിൽ കലാശിച്ചു. സമരത്തിൻ്റെ വിജയത്തിന് ശേഷം അഭിജിത്ത് ദീപ്കെ പറയുണ്ടായി, എന്നെ ആരും ഒരു ഹീറോ ആക്കുവാനായിട്ട് ശ്രമിക്കേണ്ട. ഇത് അനേകം പേരുടെ പ്രയത്നത്തിൻ്റെ വിജയമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി. കാരണം സമരം വിജയിച്ചതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വേണമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ യുവാവ് നിലകൊണ്ടില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ക്രെഡിറ്റ് ലഭിക്കുവാൻ വേണ്ടിയില്ല ഈ ചെറുപ്പക്കാരൻ ഇറങ്ങിത്തിരിച്ചത്. മറിച്ച് ആത്മഹത്യ ചെയ്ത 20 കുട്ടികളുടെ കുടുംബത്തിൻ്റെ വേദനയും ഒപ്പം ഈ രാജ്യത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും കണ്ടിട്ടാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടത്. അവിടെ ജാതിയോ മതമോ വർഗമോ നിറമോ ഒന്നും അദ്ദേഹം നോക്കിയില്ല. ഒന്ന് മാത്രമാണ് അദ്ദേഹത്തെ നയിച്ചത്, മനുഷ്യത്വം. സഹജീവികളോടുള്ള അനുകമ്പയും കരുണയും ആർദ്രതയും. സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഈ യുവാവ് ഇറങ്ങിത്തിരിക്കുവാനുള്ള കാരണം അതാണ്. അഭിജിത്ത് ദീപ്കെ എന്ന യുവാവിനെക്കുറിച്ച് ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം, ഈ യുവാവിനെ ഞാൻ മറ്റൊരു ഗാന്ധിജിയായിട്ട് ചിത്രീകരിക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല, ഞാൻ ഈ CJPയുടെ പാർട്ടിയുടെ ബ്രാൻഡ് അംബാസിഡറുമല്ല. പക്ഷെ ഇത്രയും പറയുവാൻ കാരണം ഒന്ന് മാത്രമാണ്, നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യം ആ യുവാവ് ചെയ്തു. മറ്റുള്ളവരുടെ ആവശ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് അയാൾക്ക് സംവേദനക്ഷമതയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യം കണ്ടില്ല എന്ന് നടിച്ചില്ല. സംവേദനക്ഷമത എന്നാൽ വികാരങ്ങളെയോ ചുറ്റുപാടുകളെയോ വേഗത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവെന്നാണ് അർത്ഥം. അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിനോട് കരുണയോടെ പെരുമാറുകയും ചെയ്യുന്നതാണ് സംവേദനക്ഷമത കൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കത്തിൽ അപരൻ്റെ ആവശ്യത്തോട് ഉടനെ പ്രതികരിക്കുന്ന അവസ്ഥയാണ് സംവേദനക്ഷമത. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സംവേദനക്ഷമത. ഈ യുവാവിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ഗുണമാണിത്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ആഹ്വാനം സംവേദനക്ഷമതയുള്ള വ്യക്തികളായി മാറുവാനാണ്. അപരൻ്റെ ആവശ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ, അപരൻ്റെ വിഷമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അപരൻ്റെ വേദനയിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്. അതിൻ്റെ ഉദാത്തമായിട്ട് ഉള്ള മാതൃക ഈശോയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന മത്തായി 14:15 മുതൽ 20 വരെയുള്ള വചനത്തിൽ, സായനമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ഇവിടെ സാധാരണ ജനങ്ങളുടെ ആവശ്യം ശിഷ്യന്മാർക്ക് മുൻപേ ഈശോ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ മനോഗത മനസ്സിലാക്കുവാനാണ് ഈശോ ശിഷ്യന്മാരോട് തന്നെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നത്തെ ഒഴിവാക്കുക എന്ന മനോഭാവമാണ് സ്വീകരിക്കുന്നത്. ആ സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചല്ലാതെ ശിഷ്യന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുമായിരുന്നു.
എന്നാൽ ഈശോ സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ശിഷ്യന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ ശ്രമിച്ചപ്പോൾ ഈശോ ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ചിലപ്പോഴെല്ലാം നമ്മളും ഈ ശിഷ്യന്മാരെ പോലെയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഓർക്കാം, ഈ വചനം കേവലം ശാരീരിക വിശപ്പിനെക്കുറിച്ച് മാത്രമുള്ളതല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവും സാമൂഹികവുമായിട്ടുള്ള വിശപ്പുകൾക്ക് ഉത്തരം നൽകുവാൻ ക്രിസ്തു ശിഷ്യർക്ക് ഉത്തരവാദിത്വമുണ്ടെന്നുള്ള വലിയൊരു ആഹ്വാനം കൂടിയാണ്. ഇവിടെയാണ് ഈശോ വ്യത്യസ്തനായിട്ട് നിലകൊള്ളുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഈശോ എല്ലായ്പ്പോഴും പ്രതികരിക്കുമായിരുന്നു. അത്തരമൊരു പ്രതികരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം ഈശോ പ്രവർത്തിക്കുവാനുള്ള കാരണം ഈശോയുടെ സംവേദനക്ഷമതയാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് ഈശോയ്ക്കുണ്ടായിരുന്നു. ഹി വാസ് സെൻസിറ്റീവ് ടു ദ നീഡ് ഓഫ് അതേഴ്സ്. മറ്റ് പല വേളകളിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കാരണം ഈശോയുടെ ഈ സംവേദനക്ഷമതയാണ്, സെൻസിറ്റിവിറ്റിയാണ്. ഓരോ അത്ഭുതത്തിൻ്റെയും പിന്നിൽ ഒരു വേദനിക്കുന്ന ഹൃദയം, കരയുന്ന ഒരു കുടുംബം, വിശക്കുന്ന ജനക്കൂട്ടം, ഒരൊറ്റപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ നിലവിളി ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 547 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നുണ്ട്, യേശുവിൻ്റെ അത്ഭുതങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. അവ മെശിഹയായ യേശുവിൻ്റെ കരുണയും ദൈവിക അധികാരവും വെളിപ്പെടുത്തുന്നു. നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൽ കാണുന്നു 7-ാം അധ്യായത്തിൽ 11 മുതൽ 17 വരെയുള്ള വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. അവിടെ നായൻ പട്ടണത്തിലെ വിധവയുടെ ഏക മകനെ ഈശോ ഉയർപ്പിക്കുന്നതായിട്ട്. ആ വിധവ ഈശോയോട് ആവശ്യപ്പെട്ടില്ല തൻ്റെ മകനെ ഉയർപ്പിക്കുവാൻ. പക്ഷേ ഈശോ ആ അമ്മയുടെ കണ്ണുനീര് കണ്ടു, അവളുടെ ഹൃദയ വിചാരം മനസ്സിലാക്കി, ആ വിധവയുടെ വേദന എന്തെന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ പ്രതികരണമാണ് ഈശോയുടെ ഈ വാക്കുകൾ കാണുവാൻ സാധിക്കുക. ലൂക്ക 7:13 അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. തുടർന്ന് വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. ആദ്യം കരുണ, പിന്നീട് ജീവൻ. സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ട് കരയുന്ന ഹൃദയമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം. ക്രിസ്തു ശിഷ്യന് അങ്ങനെ മറ്റുള്ളവരുടെ വേദന കണ്ട് കരയുവാൻ സാധിക്കണം. പക്ഷെ ഇന്ന് പലരും മറ്റുള്ളവരുടെ വേദന കണ്ടില്ല എന്നാണ് നടിക്കുന്നത്. കണ്ടാൽ തന്നെ വഴിമാറി സഞ്ചരിക്കുകയാണ് ചെയ്യാറുള്ളത്. മറ്റൊരിക്കൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും മാറ്റി നിർത്തിയ ഒരു കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട്. മർക്കോസ് 1:41 നമ്മൾ വായിക്കുന്നു, അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. യഹൂദ സമൂഹം ഭ്രഷ്ടകൽപ്പിച്ച ഈ കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതിന് മുൻപ് ആദ്യം ചെയ്തത് അവനെ സ്പർശിച്ചു, പിന്നീടാണ് സുഖപ്പെടുത്തിയത്. വിശുദ്ധ ബേസിൽ പറയുന്നു, ക്രിസ്തു രോഗത്തെ ഭയപ്പെട്ടില്ല, രോഗിയെയാണ് സ്നേഹിച്ചത്. കാരണം അവിടുന്ന് ഓരോ വ്യക്തിക്കും അത്രമാത്രം പ്രാധാന്യം നൽകി. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് അവർ അർഹിക്കുന്ന ബഹുമാനവും പരിഗണനയും നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മർക്കോസ് 10:46 മുതൽ 52 വരെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ബർത്തിമോസ് എന്ന അന്ധയാചകനെ ഈശോ സുഖപ്പെടുന്നതായിട്ട്. ജനക്കൂട്ടം അവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവനെ അടുത്തേക്ക് വിളിച്ചു. സമൂഹം അവനെ തള്ളിയവനെ ദൈവം ചേർത്ത് പിടിച്ചു. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ ഈശോ സുഖപ്പെടുന്നതായിട്ട് മർക്കോസ് 5:25 മുതൽ 34 വരെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഒരു സ്പർശനത്തിലൂടെ ഒരു പുതിയ ജീവിതം ആ സ്ത്രീക്ക് ലഭിക്കുകയാണ്. കാരണം ഈശോ അവളുടെ വേദന കണ്ടു. അവൾ രഹസ്യമായിട്ട് സഹിച്ചത് ഈശോ മനസ്സിലാക്കി. ഒരച്ഛൻ്റെ കണ്ണുനീരും ഒരമ്മയുടെ വേദനയും കണ്ടിട്ടാണ് ജൈറോസിൻ്റെ മകളെ ഈശോ ഉയർപ്പിച്ചത്. ലാസറിനെ ഉയർപ്പിക്കുവാനുള്ള കാരണം അവിടുന്ന് സ്നേഹിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്നതുകൊണ്ടാണ്. യോഹന്നാൻ 11 നമ്മൾ വായിക്കുന്നുണ്ട്, ബൈബിളിലെ ഏറ്റവും വലിയ ചെറിയ വാക്യം, യേശു കരഞ്ഞു. ദൈവം കരയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് അതെ എന്നാണ്. കാരണം സ്നേഹിക്കുന്നവരുടെ വേദനയിൽ ദൈവവും കരയും. വിശുദ്ധ അഗസ്ത്യൻ പറയുന്നു, ലാസറിന് വേണ്ടി കരഞ്ഞവൻ
ലോകത്തിന് വേണ്ടി തൻ്റെ രക്തം ചൊരിയും. യേശുവിൻ്റെ ഓരോ അത്ഭുതവും ഓരോ സന്ദേശവും നൽകുന്നു. വിശപ്പുള്ളവനെ കണ്ടപ്പോൾ അവിടുന്ന് അവർക്ക് അപ്പം നൽകി. രോഗിയെ കണ്ടപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തി. കരയുന്ന അമ്മയെ കണ്ടപ്പോൾ അവിടുന്ന് മകനെ തിരികെ നൽകി. ഒറ്റപ്പെട്ടവനെ കണ്ടപ്പോൾ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തി. മരിച്ചവനെ കണ്ടപ്പോൾ അവിടുന്ന് ജീവൻ നൽകി. അതിനാൽ യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം രോഗശാന്തിയല്ല, മനുഷ്യനോടുള്ള അവിടുത്തെ അനന്തമായിട്ടുള്ള കരുണയാണ്. എല്ലാ അത്ഭുതത്തിൻ്റെ പിന്നിലെ കാതൽ എന്നത് ഒന്ന് മാത്രമാണ്, അവിടുത്തെ സംവേദനക്ഷമതയാണ്. പരിശുദ്ധ അമ്മയിലും ഈ വലിയ ഗുണം കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുവാനുള്ള കാരണവും കാനായിലെ കല്യാണത്തിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള കാരണവും പരിശുദ്ധ അമ്മയിലെ സംവേദനക്ഷമതയാണ്. ഇന്ന് കേരളം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. ആത്മഹത്യകൾ, മയക്കുമരുന്ന്, വാർദ്ധക്യത്തിലെ ഏകാന്തത, യുവജനങ്ങളിൽ നിരാശ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ, സാമ്പത്തിക പ്രതിസന്ധി. ഈ സാഹചര്യത്തിൽ യേശു ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിനെന്നാണ്. അതപ്പമാകാം, ഒരു ആശ്വാസ വാക്കാകാം, ഒരു സന്ദർശനമാകാം, ഒരു പ്രാർത്ഥനയാകാം, ഒരു കൈത്താങ്ങാകാം. അതിനാൽ ഈശോയെപ്പോലെ മറ്റുള്ളവരുടെ വേദനകൾ, ദുഃഖങ്ങൾ, ആവശ്യങ്ങൾ അവ കണ്ടിട്ട് പ്രതികരിക്കുന്ന വ്യക്തികളായി മാറുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ടു ബി സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. സംവേദനക്ഷമതയുള്ള വ്യക്തികളായിട്ട് മാറാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.